ഹലോ, സമസ്ത ശ്രോതാക്കൾക്കും എൻ്റെ പ്രണാമം. ഇന്ന് ഞാൻ ഈ ക്ലാസ്സിൽ 3 ഭാഷകളുടെ ഒരുമിച്ചുള്ള പ്രയോഗം തുടങ്ങുന്നു. 3 ഭാഷകൾ ഒരുമിച്ച് എന്ന് പറഞ്ഞാൽ ആദ്യം ഇംഗ്ലീഷ്, പിന്നെ അതിൻ്റെ ഹിന്ദി, പിന്നെ അതിൻ്റെ മലയാളം. അത് ഒരേ അർത്ഥത്തിൽ 3 ഭാഷയിൽ എങ്ങനെ പറയണം എന്നുള്ളതാണ് ചർച്ചാ വിഷയം. കഴിഞ്ഞ ദിവസം നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ 12 സെൻറ്റൻസ് ഉണ്ടാക്കി. അതിൻ്റെ ഹിന്ദിയും പറഞ്ഞു, ഇംഗ്ലീഷും പറഞ്ഞു, മലയാളം പറഞ്ഞു. ഇന്ന് നമുക്ക് 3 ഭാഷയിലും വേറൊരു തരത്തിലുള്ള പ്രയോഗം എങ്ങനെ വരുന്നു എന്ന് പറയാം. അത് ആദ്യം അതേ സെൻറ്റൻസ് തന്നെ, അതിൻ്റെ പാറ്റേൺ തന്നെ, അതിൻ്റെ അധികം മാറാതെ പറഞ്ഞാൽ നമുക്ക് തറവായി കിട്ടും, ക്ലിയറായി കിട്ടും, തെറ്റുകൂടാതെ ഇരിക്കും. അങ്ങനെ 3 ഭാഷ ഒന്നിച്ച് പഠിച്ചെന്ന് ഓർക്കുന്നത് നല്ല ഗൗരവമായൊരു കാര്യമാണ്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക, പറയുന്നത് അതേപടി റിപ്പീറ്റ് ചെയ്യുക. പിന്നെ വീട്ടിൽ ചെന്ന് പ്രാക്ടീസ് ചെയ്ത് മനസ്സിലാക്കി പറയാറായി കഴിഞ്ഞിട്ട് വേണം ഗ്രാമറും മറ്റു കാര്യങ്ങളും പ്രൊനൗൺസിയേഷനും പിന്നെ അതിനെപ്പറ്റിയുള്ള റൈറ്റിങ്സും എല്ലാം നമുക്ക് മുമ്പോട്ട് പഠിക്കാം. തുടങ്ങാം. ഭാഷാജ്ഞാനം എല്ലാവർക്കും ഉണ്ട്. പക്ഷേ അതിൽ ഓരോ ഭാഷയുടെയും ഔചിത്യപൂർണമായ പ്രയോഗം ലഭിക്കുക എന്നതാണ് പ്രധാനം. ഇംഗ്ലീഷ് ഭാഷയുടെ പ്രയോഗം പ്രായോഗിക വശം മനസ്സിലാക്കിയാലും അത് ഹിന്ദിയിലോട്ട് തർജ്ജമ ചെയ്യുമ്പോൾ ഉള്ള വ്യത്യാസം നന്നായി മനസ്സിലാക്കണം. ഹിന്ദിയും സംസ്കൃതവും മലയാളവും ഭാരതീയ ഭാഷ എന്ന നിലയിൽ നമുക്ക് എളുപ്പമാണ്. അത് ഇംഗ്ലീഷുമായി കൂട്ടിച്ചേർത്ത് എങ്ങനെ പ്രയോഗിക്കണം എന്നതാണ് നമ്മുടെ ചർച്ചാ വിഷയം. ഇന്ന് നാം പ്രസൻറ്റ് ടെൻസിൽ 2 തരം വാക്യങ്ങൾ എങ്ങനെ പ്രയോഗിക്കണം എന്നതാണ് വിഷയം. പ്രസൻറ്റ് ടെൻസിൽ 2 തരത്തിലുള്ള വാക്കുകൾ പറയുമ്പോൾ അതിൻ്റെ അർത്ഥത്തിൽ വരുന്ന വ്യത്യാസം, അതിൻ്റെ സിറ്റുവേഷൻ മനസ്സിലാക്കുക. അത് രണ്ടും ശരിയായി പറയാൻ ഒരുമിച്ച് പഠിച്ചു കഴിയുമ്പോൾ 2 ഒരുപോലെ നമുക്ക് എളുപ്പമായി തീരും. തുടങ്ങുമ്പോൾ പഠിച്ച് പ്രയോഗത്തിൽ വന്നു തുടങ്ങുമ്പോൾ മനസ്സിലാകും, ഇത്രയേ ഉള്ളൂ പ്രശ്നം, എത്ര എളുപ്പത്തിൽ ഞാനത് പറയാൻ പഠിച്ചു എന്നൊരു സംതൃപ്തി നമുക്ക് ഉണ്ടാകും. അതാണ് നമുക്ക് വേണ്ടത്. ഇംഗ്ലീഷും ഹിന്ദിയും മലയാളവും പലതരത്തിൽ സാമ്യപ്പെട്ടവയാണ്. അത് പ്രയോഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് തുടങ്ങാം. ലെറ്റ് us സ്റ്റാർട്ട്. സിമ്പിൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ചേർത്ത് പറയുക. ആദ്യം സിമ്പിൾ പ്രസൻറ്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പിന്നെ അതും അതിൻ്റെ കൂടെ തന്നെ പ്രസൻറ്റ് കണ്ടിന്യൂസും കൂടെ ചേർത്ത് പറയുമ്പോൾ വരുന്ന ഭാഷയുടെയും സിറ്റുവേഷൻ്റെയും സാഹചര്യത്തിൻ്റെ എല്ലാം വ്യത്യാസം മനസ്സിലാക്കി പോകണം. അത് ഇനി അതിൽ അല്പം മാറ്റം വരുത്തിയാലുള്ള അർത്ഥവ്യത്യാസം കണ്ടുപിടിക്കുക, അത് പഠിക്കുക. ഈ 2 വാക്കുകളുടെയും 2 വാചകങ്ങളുടെയും അർത്ഥവ്യത്യാസം മനസ്സിലാക്കുക, അത് പഠിക്കുക. Are you ready? Let us start. Be smart and alert in talk. Be smart and alert in talk. In 3 languages, that is English, Hindi and Malayalam. We will not feel a burden. We have to practice it as a usual talk, as just joking things. First of all, say all the sentences we talked in last class. In the last class, we talked 12 sentences. It was begun with I, we, you all, he, she, it, they, this, these, that, those. ഇത്രയും വാക്കുകൾ കൊണ്ട് നമ്മൾ തുടങ്ങിയ വാചകങ്ങൾ നമുക്ക് ഒന്നുകൂടെ പറഞ്ഞിട്ട് അതിൻ്റെ കൂടെയുള്ള വ്യത്യാസം
പ്രസൻറ്റ് കണ്ടിന്യൂസിൽ എങ്ങനെ വരും എന്നുള്ളത് പറഞ്ഞുകൊണ്ട് പോവുക. അപ്പോൾ അതൊത്തിരി ബേർഡനായിട്ട് വിചാരിക്കേണ്ട കാര്യമില്ല, ഈസിയായിട്ട് ചെയ്യാം. പക്ഷേ ട്രൈ അഗെയിൻ ആൻഡ് അഗെയിൻ ആൻഡ് പ്രാക്ടീസ് ഇറ്റ്. മാസ്റ്ററി കിട്ടുന്നിടം വരെ നമ്മൾ പ്രയോഗിച്ചുകൊണ്ടേ പോകണം. അത് കഴിയുമ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പ് വയ്ക്കുമ്പോൾ അത് എത്ര ഈസിയായിട്ട് എനിക്ക് എല്ലാം അറിയാവുന്നൊരു ധാരണ സ്വയം തോന്നും, മറ്റുള്ളവർക്കും തോന്നും, നമുക്ക് നന്നായിട്ട് സംസാരിക്കാൻ കഴിയുന്നുണ്ടല്ലോ. അതുകൊണ്ട് ആദ്യം തുടങ്ങാം. ഐ ലേൺ ഇംഗ്ലീഷ്, മേ അംഗ്രേജി സീഖ്തി ഹൂം. ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്നു. അത് കഴിഞ്ഞ് ഇതിൻ്റെ അർത്ഥവും പ്രാക്ടീസും കൂടിയാൽ അടുത്ത സ്റ്റെപ്പ് വളരെ എളുപ്പമാണ്. അപ്പോൾ ആദ്യത്തെ സെൻറ്റൻസ് ഏതാ? ഐ ലേൺ ഇംഗ്ലീഷ്. അതിൻ്റെ വ്യത്യാസം വരുത്തുന്നതിൽ ഐ ആം ലേണിങ് ഇംഗ്ലീഷ് നൗ. ഇപ്പോൾ ഞാൻ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു, പക്ഷേ ഇപ്പം ഞാൻ 10ാം ക്ലാസ്സിലെ എന്ന വിഷയം പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ ഞാൻ പഠിക്കുന്നു, പക്ഷേ ഇപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ്, ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഐ ആം പ്രാക്ടീസിങ് നൗ. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്നാണ് അതിന് പറയുക. അപ്പം ആദ്യം ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്നു, ഇപ്പോൾ ഞാൻ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടേയിരിക്കുന്നു, ഇപ്പം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്ന പോലെ പറയുന്നതാണ് ശരി. ലെറ്റ് us പ്രാക്ടീസ്. ഐ ലേൺ ഇംഗ്ലീഷ്. ഐ ആം ലേണിങ് ഇംഗ്ലീഷ് നൗ. ഐ ആം ലേണിങ് ഇംഗ്ലീഷ് നൗ. അത് കഴിഞ്ഞ് എൻ്റെ ഒപ്പമുള്ള ഒരാളും കൂടെ വരുമ്പം ഐ എന്നുള്ളതിന് പകരം വി എന്ന് പറയണം. ഞങ്ങൾ നിങ്ങളെ വി ആർ ലേണിങ് ഇംഗ്ലീഷ്. വി എന്ന് പറയുമ്പം ബഹുവചനം വരും. വി ആർ ലേണിങ് ഇംഗ്ലീഷ്. ലേൺ എന്നുള്ള വാക്ക് പഠിച്ചു കഴിഞ്ഞിട്ട് അതിനകത്തൊരു ING കൂടെ ചേർത്ത് പറയണം. ആദ്യം ആർ എന്നുള്ള സപ്പോർട്ടിങ് വെർബ്, പിന്നെ ലേൺ വെച്ച് കഴിഞ്ഞ് അതിനകത്തൊരു ING കൂടെ ചേർത്ത് കഴിയുമ്പം പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആകും. ആ കാര്യം നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുക എന്ന് മനസ്സിലാവും. ഇപ്പം ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു, ഇപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു, ഇപ്പം ഞാൻ കളിച്ചുകൊണ്ടിരിക്കുന്നു, എങ്ങനെയെല്ലാം നമ്മൾ ഇപ്പോൾ എന്ത് നടക്കുന്നു എന്നറിയാൻ വേണ്ടി പറയുന്ന സെൻറ്റൻസാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ്. ഇപ്പോൾ എന്ത് നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത്. അപ്പം നമ്മൾ വി എന്ന് ചേർത്ത് പറഞ്ഞാൽ വി ലേൺ ഇംഗ്ലീഷ്. നൗ വി ആർ ലേണിങ് ഇംഗ്ലീഷ്. അത് തുടക്കത്തിൽ നോ എന്ന് പറയാം. അതും അല്ലെങ്കിൽ വി ആർ ലേണിങ് ഇംഗ്ലീഷ് നൗ. ഇപ്പം ഞങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുക. വി ആർ ലേണിങ് ഇംഗ്ലീഷ്. അത് കഴിയുമ്പം നമ്മൾ രണ്ട് കൂട്ടരും ഐ ആൻഡ് വി. അത് കഴിയുമ്പം മുമ്പിലുള്ള ആൾക്കാരെ പറ്റി പറയണം. എന്ത് പറയണം? യു. നീ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഒരു ക്ലാസ്സിൽ അടുത്ത കുട്ടിയോട് ചോദിക്കും, നീയും പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ? അപ്പോൾ അവനോട് എങ്ങനെ പറയണം? യു ലേൺ ഇംഗ്ലീഷ്. സെക്കൻഡ് പീരീഡ് എന്നും ഇംഗ്ലീഷ് ആണെങ്കിൽ എന്നും നമ്മൾ പഠിക്കാറുണ്ട്. അതൊരു ഹാബിറ്റാണ്. അത് വി ആർ ലേണിങ് ഇംഗ്ലീഷ് നോ. ഇപ്പം നമുക്ക് ഇംഗ്ലീഷിൻ്റെ പീരീഡാണ്, അത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. വി ലേൺ ഇംഗ്ലീഷ്, വി ആർ ലേണിങ് ഇംഗ്ലീഷ്. ക്ലിയർ? അത് കഴിയുമ്പം മുമ്പിലുള്ളവരോട് പറയുമെങ്കിൽ യു ലേൺ ഇംഗ്ലീഷ്. നീ ഇംഗ്ലീഷ് പഠിക്കുന്നു. യു ആർ ലേണിങ് ഇംഗ്ലീഷ് നൗ. ഇപ്പം നീ അത് പഠിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം ഇംഗ്ലീഷിൻ്റെ പീരീഡാണ്, അത് നീ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അത് കഴിയുമ്പം നീ ഒരാളെ മാത്രമല്ല, ബഹുവചനം വരുമ്പോൾ ഒന്നിൽ കൂടുതൽ കുട്ടികളുണ്ടെങ്കിൽ യു ഓൾ ഇൻ എ ഗ്രൂപ്പ്, യു ഓൾ ഇൻ എ ക്ലാസ്, യു ഓൾ ഇൻ എ ഹാൾ, യു ഓൾ ലേൺ ഇംഗ്ലീഷ്. നിങ്ങളെല്ലാവരും ഇംഗ്ലീഷ് പഠിക്കുന്നു. അതിൻ്റെ കണ്ടിന്യൂസ് ഫോം വരുമ്പം യു ഓൾ ആർ ലേണിങ് ഇംഗ്ലീഷ്, യു ഓൾ ആർ ലേണിങ് ഇംഗ്ലീഷ്. ക്ലിയർ? അത് കഴിയുമ്പം നമുക്ക് ഹീ ലേൺസ് ഇംഗ്ലീഷ്, ഹീ ഈസ് ലേണിങ് ഇംഗ്ലീഷ്. ഹീ ലേൺസ് ഇംഗ്ലീഷ്, ഹീ ഈസ് ലേണിങ്. സിംഗിൾ വെർബ് വരുമ്പോൾ ലേൺസ്, LEARNS. അതിന് ഹീ ഈസ് ലേണിങ് ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ അവനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഹീ ഈസ് ലേണിങ് ഇംഗ്ലീഷ് നൗ. ഷീ about a girl, she learns English. Now she is learning English. Now she is learning English. അതിന് ഷീ ഈസ് ലേണിങ് ഇംഗ്ലീഷ് നൗ എന്ന് അവസാനം വേണമെങ്കിലും പറയാം. അതിൻ്റെ നമ്മളെ ടോൺ ശരിയായി കിട്ടിയാൽ മതി. ഷീ ഈസ് ലേണിങ് ഇംഗ്ലീഷ് നൗ. ഇറ്റ് പ്ലേസ്. പെറ്റ്സ് കളിക്കുന്നു. ഇറ്റ് ഈസ് പ്ലേയിങ് നൗ. ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുക. ഇറ്റ് ഈസ് പ്ലേയിങ് നൗ. പൂച്ചക്കുട്ടികളും പട്ടിക്കുട്ടികളും പക്ഷി കുഞ്ഞുങ്ങളും എല്ലാം കളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ഇറ്റ് പ്ലേസ്, ഇത് കളിക്കുന്നു. ഇറ്റ് ഈസ് പ്ലേയിങ്, അത് കളിച്ചുകൊണ്ടിരിക്കുന്നു. അത് കഴിയുമ്പോൾ ഇതിൻ്റെ എല്ലാത്തിനെയും കൂടെ ബഹുവചനം എന്ന് പറയണമെങ്കിലോ
ഒന്ന് ഞാൻ, പിന്നെ നമ്മൾ, അത് കഴിഞ്ഞ് മുമ്പിലുള്ള ഒരാൾ, അവരെല്ലാവരും, അതും കഴിഞ്ഞ് തേർഡ് പേഴ്സൺ നമ്മുടെ മുമ്പിലില്ലാത്തവർ, അവൻ, അവൾ, അത്, അവർ, അവർ എന്നുള്ള ഏർപ്പാട്. അപ്പോൾ എന്തായിരിക്കും? ദേ, അവർ അവിടെ ഇരുന്ന് പഠിക്കുക. അപ്പോൾ നമ്മളെങ്ങനെ പറയും? ദേ ലേൺ ഇംഗ്ലീഷ്. അവർ സെക്കൻഡ് പീരീഡ് എന്നും ഇംഗ്ലീഷ് പഠിക്കുന്നു, അതവൻ്റെ ഒരു ഹാബിറ്റാണ്. ദേ ആർ ലേണിങ് ഇംഗ്ലീഷ് നൗ. ഇപ്പോൾ അവർ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടേ ഇരിക്കുക ഈ പീരീഡില്ല. അത് കഴിയുമ്പം പിന്നെ നമുക്ക് പറയാനുള്ളത് ദിസ് ബോയ്, അടുത്തുള്ള ഒരു കുട്ടി, ദിസ് ബോയ് ലേൺസ് ഇംഗ്ലീഷ്. അവൻ ഇംഗ്ലീഷ് പഠിക്കുന്ന ഒരു ഹാബിറ്റാണ്. നൗ ഹീ ഈസ് ലേണിങ് ഇംഗ്ലീഷ്. അതും അല്ലെങ്കിൽ ഹീ ഈസ് ലേണിങ് ഇംഗ്ലീഷ് നൗ. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു, ഇപ്പോൾ അവൻ പഠിച്ചുകൊണ്ടിരിക്കുക. ഈ രണ്ടും പറയാം. അത് കഴിയുമ്പോൾ ഒന്നിൽ കൂടുതലുണ്ടെങ്കിലോ, ദീസ് ബോയ്സ് ആർ ലേണിങ് ഇംഗ്ലീഷ്. ഈ ആൺകുട്ടികളെല്ലാവരും ഇംഗ്ലീഷ് പഠിക്കുന്നു. ദീസ് ബോയ്സ് ലേൺ ഇംഗ്ലീഷ്, ദീസ് ബോയ്സ് ആർ ലേണിങ് ഇംഗ്ലീഷ്. ക്ലിയർ? ഒന്നിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു ഹെൽപ്പിംഗ് വെർബ്, ഒരു ING കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ആ വാക്ക് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ആ സെൻറ്റൻസിന് അർത്ഥം ഇപ്പോൾ അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞ് ദാറ്റ് ഗേൾ, ദൂരെ നിൽക്കുന്ന പെൺകുട്ടികളൊരു ഗ്രൂപ്പ്, ദാറ്റ് ഗേൾ ലേൺസ് ഇംഗ്ലീഷ്. ആ കുട്ടി ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട്. ദാറ്റ് ഗേൾ ലേൺസ് ഇംഗ്ലീഷ്. അതിൻ്റെ ബഹുവചനം വരുമ്പോൾ ദോസ് ഗേൾസ് ആർ ലേണിങ് ഇംഗ്ലീഷ് നോ. ആ പിള്ളേർ ഇപ്പോഴും ഇംഗ്ലീഷ് തന്നെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ദോസ് ഗേൾസ് ആർ ലേണിങ് ഇംഗ്ലീഷ്.